സംസ്ഥാനമെങ്ങും ഓണാഘോഷ ലഹരിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ, ഓഫീസുകളിലെല്ലാം ഓണാഘോഷം ഇങ്ങനെ വളരെ സജീവമായി തന്നെ നടക്കുകയാണ്. എന്താണ് ഓണത്തിൻ്റെ ആഘോഷ കാഴ്ചകൾ തന്നെ നോക്കാൻ നമുക്ക് കോഴിക്കോടേക്കാണ് പോകുന്നത്. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, കോഴിക്കോടെ ഓണം എങ്ങനെ, എത്ര കണ്ട് സജീവമായി കഴിഞ്ഞു ഓണാഘോഷങ്ങൾ? സജിത്ത്, ഓണം കോഴിക്കോടും കെങ്കേമുമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇന്നലെ കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ ഓണാഘോഷമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഓണാഘോഷ പരിപാടികളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ അതിഗംഭീരമായി നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂക്കള മത്സരത്തിൽ ഓരോ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ടീമുകൾ പങ്കെടുക്കുന്നു, പൂക്കൾ തയ്യാറാക്കുന്നു. ഒപ്പം മറുവശത്ത് സദ്യവട്ടം ഒരുങ്ങിയിരിക്കുന്നു. സദ്യ വിളമ്പുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണാം. ഓരോ മേശമേലും ഇരുന്ന് ചുറ്റുവട്ടത്തിരുന്ന് പൂക്കൾ ഒരുക്കുന്ന ഓരോ മാധ്യമ സ്ഥാപനങ്ങളിലെ ആളുകളാണെന്ന്. ഇന്ന് ഡ്യൂട്ടിക്കൊക്കെ അവധി നൽകിയാണ് അവർ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. പൂക്കൾ ഇറുക്കുന്നവരുണ്ട്, പൂക്കൾ ശരിപ്പെടുത്തുന്നവരുണ്ട്, ഒപ്പം ഒരു വശത്ത് പൂക്കൾ ഇടുന്ന ആളുകളുണ്ട്. അങ്ങനെ കെങ്കേമമായി ഓണം ആഘോഷിക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയും. മറുവശത്ത് സദ്യക്കുള്ള ഒരുക്കങ്ങളുണ്ട്. നമുക്കെന്തായാലും ഈ ആളുകളോടൊക്കെ തന്നെ ചോദിക്കാം ഇവരുടെ ഒരു ആഘോഷം എങ്ങനെയാണ്, കെങ്കേമമായി തന്നെ ഓണം മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാൻ കഴിയും. വലിയ ഒരു ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സദ്യക്കുള്ള ഒരുക്കമുണ്ട്. നമുക്കൊപ്പം മാധ്യമപ്രവർത്തകർ തന്നെ ഉണ്ടോ? ആഘോഷം ഗംഭീരാണ്. മാധ്യമപ്രവർത്തകർ സാധാരണ ആഘോഷങ്ങൾക്ക് സമയം കിട്ടാത്തവരാണ്. അതുകൊണ്ടാണ് ഈ പ്രസ് ക്ലബൊക്കെ ഈ രീതിയിൽ ആഘോഷങ്ങൾ നടന്നത്, അല്ല അജീഷേ? അതായത് സാധാരണ നമ്മൾ ഈ ആഘോഷങ്ങൾ ആഘോഷിക്കാൻ പറ്റാണ്ട് ആഘോഷങ്ങളുടെ ആരവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇപ്പം ക്യാമറാമാൻ വിനോദായാലും ഇപ്പം അനീഷായാലും ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ മുഹമ്മദ് നമ്മളെ പ്രസിഡന്റ്, നമ്മളെ മുഖ്യ സംഘാടകനോടെ ഉണ്ട്. ഈ സാധാരണ മാധ്യമപ്രവർത്തകർക്ക് ആഘോഷങ്ങൾ കിട്ടാറില്ല. കാരണം എന്താ വെച്ചാൽ ആഘോഷങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ നമ്മൾ അതിന്റെ തിരക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആഘോഷം. നമ്മളെ പ്രസിഡന്റ് കേരളമെമ്പാടും ഓണം മൂടിലാണ്. കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരും ഓണം വളരെ വിപുലമായി ആഘോഷിക്കുകയാണ്. ഞങ്ങളിവിടെ പൂക്കള മത്സരമുണ്ട്. വിവിധ മാധ്യമ പ്രവർത്തകർ, വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഇതിനുശേഷം ഒട്ടേറെ കലാപരിപാടികൾ, മത്സരങ്ങൾ, വിഭവസമൃദ്ധമായ ഓണസദ്യ, അങ്ങനെ വിവിധ പരിപാടികളിലൂടെയാണ് കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർ ഇത്തവണത്തെ ഓണം ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരുടെ ഓണാഘോഷം നടക്കുകയാണ്. ഇതാ പൂവിളി പാട്ടുകൾ തുടങ്ങി, സദ്യയൊക്കെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. മറുവശത്ത് നോക്കിയാൽ ഇതൊരു വശത്ത് ഓണപ്പാട്ട് മത്സരമുണ്ട്. നമുക്കിനി പൂക്കള മത്സരം നടക്കുന്ന അകത്തേക്ക് തന്നെ പോകാം. അവിടെ ഗംഭീരമായി തന്നെ മലയാളത്തിലെ പ്രമുഖരായ മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ പൂക്കളം ഇടുന്നു. അത് കുറച്ച് നേരമായി ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുള്ളൂ. നമുക്ക് പൂക്കള മത്സരം നടക്കുന്ന ഇടത്തേക്ക് തന്നെ പോകാം. അവിടെ നമുക്ക് കാണാൻ കഴിയും ഈ പൂക്കളം ഇടുന്ന ടീമുകളെ. ഓരോ സ്ഥാപനങ്ങൾ, മാതൃഭൂമിയുടേതായാലും അല്ലെങ്കിൽ മറ്റ് മാധ്യമത്തിൻ്റെതായാലും മീഡിയ ഉണ്ടതായാലും 24 ആണെങ്കിൽ ഇത് സംയുക്തമായി ദൃശ്യമാധ്യമ പ്രവർത്തകരിടുന്ന ഒരു പൂക്കളമാണ്. ഇവിടെ ഓരോ ഇടത്തും ഇത്തരത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് ഓണം ആഘോഷിക്കുന്ന ഒരു കാഴ്ചകൾ തന്നെ. പൂക്കള മത്സരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ മറുവശത്ത് ഓണപ്പാട്ട് മത്സരം നടക്കുന്നു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് വടംവലി, കമ്പവലി എന്നൊക്കെ പറയുന്ന വടംവലി മത്സരമുണ്ട്. ഒപ്പം പിന്നീട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഓണസദ്യ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആഘോഷങ്ങൾ അതിന്റെ കെങ്കേമായി തന്നെ പൂക്കളതാ ഇപ്പൊ കഴിയും, അരമണിക്കൂറിൽ കൂടി തീർക്കണം. വരച്ചു കഴിഞ്ഞു. എല്ലാവരും വളരെ തിരക്ക് പിടിച്ച ജോലിയിലാണ്. കാരണം ആ പൂക്കളം സമയബന്ധിതമായി തീർക്കണമല്ലോ. ആ സമയം തീരാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം മാധ്യമപ്രവർത്തകരാണ്. അവരവരുടെ ജോലികൾക്കൊക്കെ അവധി നൽകിയാണ് ഇന്ന് ഈ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്നത്, ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു 3-4 ദിവസമായി തന്നെ നാടും നഗരവും ഒക്കെ ഓണത്തിൻ്റെ ഒരു ആവേശ കാഴ്ചകളിലാണ്. പതിവിന് വിരുദ്ധമായി അല്ലെങ്കിൽ വിപരീതമായി പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഗംഭീരമായ ആഘോഷം നടക്കുന്നു. സർക്കാർ ഓഫീസുകളിലെയും കോളേജുകളിലെയും സ്കൂളുകളിലെയും ഒക്കെ മത്സരങ്ങളും അതുപോലെ തന്നെയുള്ള പൂക്കളമിടലും വടംവലിയും ഒക്കെ മുൻവർഷങ്ങളെക്കാൾ ഏറ്റവും സമൃദ്ധമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും മലയാളികൾ ആഘോഷിക്കുന്നത്. എന്തായാലും ഇങ്ങനെയാണ് കോഴിക്കോട്ടെ ഓണാഘോഷം പൊടിപിടിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. സജിത്ത്, കോഴിക്കോട് വലിയ ആവേശമാണ്, ഓണാഘോഷമാണ്. പ്രസ് ക്ലബ്ബ്, മാധ്യമപ്രവർത്തകരെല്ലാം
ഓണ ദിവസങ്ങളിൽ സജീവമാവണം. അതുകൊണ്ട് ഇടവേളകളിൽ പരമാവധി ഓണം ആഘോഷിക്കുന്ന തിരക്കിൽ തന്നെയാണ്. അതാണ് കോഴിക്കോട് നിന്ന് നമുക്ക് കാണാനാവുന്ന കാഴ്ചകൾ. എന്തായാലും ഏറ്റവും സജീവമായി ഓണാഘോഷം മുന്നോട്ട് പോകുന്നു എന്നതാണ് സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം. കോഴിക്കോട് മാത്രമല്ല എല്ലായിടങ്ങളിലും ഇതാണ്. എന്തായാലും ഓണാഘോഷവും അതിൻ്റെ തിരക്കിലും തന്നെയാണ് കേരളം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.